ഈശോ മിശിഹായുടെ കൃപയും അനുഗ്രഹവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അബ്രാഹത്തെ ദൈവം വിളിക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. 12-ാം അധ്യായം 2-ാം വാക്യം. അതിൽ ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, അബ്രാഹമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ നാമം മഹത്തമമാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിലൂടെ എല്ലാ ജനവും അനുഗ്രഹിക്കപ്പെടും. അബ്രാഹത്തോട് പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഒന്ന്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. 2, നിന്റെ നാമം മഹത്തമമാക്കും. 3-ാമത്തേത്, നീ ഒരു അനുഗ്രഹമായിരിക്കും. 4-ാമത്തെ കാര്യം, നിന്നിലൂടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടും. എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളതും ഇത് തന്നെയാണ്. വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നുണ്ട്, അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അനുഗ്രഹത്തിന്റെ ഭാഗഭാക്കുകളായിക്കൊണ്ട് അനുഗ്രഹമായി മാറുവാനായിട്ട് പ്രത്യേകിച്ച് കരോളച്ചന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹം ലഭിക്കുക, അനുഗ്രഹമായി മാറുക, അനുഗ്രഹം നൽകുക. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. നമ്മളൊക്കെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറേണ്ടവരാണ്. നാം ആയിരിക്കുന്നിടത്ത്, നമ്മൾ വേല ചെയ്യുന്നിടത്ത്, നമ്മുടെ ചുറ്റുപാടുകളിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ അനുഗ്രഹം സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ചാവറ പിതാവ് ധ്യാന സല്ലാപത്തിലെ 4 കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന്, ഈ അനുഭവം സ്വന്തമാക്കുവാൻ കൂടെ പാർപ്പിനെന്ന്. കൂടെ പാർപ്പിനെന്ന് പറഞ്ഞാൽ കൂടെ ആയിരിക്കുക എന്നർത്ഥം. 2-ാമത്തേത് പറയുകയാണ്, അരികെ ഇരിപ്പിൻ. അവിടത്തെ തിരുമുമ്പിൽ ആയിരുന്നു കൊണ്ട് അവിടത്തോട് സംസാരിപ്പിൻ, അവിടത്തെ കൂടെ നടപ്പിൻ. കൂടെ പാർക്കുക, അവിടത്തെ മുമ്പിൽ ഇരിക്കുക, അവിടത്തോട് ചേർന്ന് നടക്കുക, അവിടത്തോട് സംസാരിക്കുക എന്ന് വെച്ചാല് അവിടുന്ന് ഒന്നായിത്തീരുന്ന ഒരവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കനലിനോട് ചേർന്നിരിക്കുന്ന വിറക് കഷ്ണം എങ്ങനെയാണ് കനലായിത്തീരുന്നതെന്ന്. കനലിനോട് ചേരുന്ന വിറകു കഷ്ണം കനലായിത്തീരുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഈശോയെ സ്വീകരിക്കുന്നവരാണ്. ആ ഈശോയിൽ ഒന്നായിത്തീരുവാനും ഈശോ ആയിത്തീരുവാനും കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക.